ഹലോ, അങ്ങനെ നമ്മുടെ കാലുകളെല്ലാം നമ്മളിതാ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഏലത്തിൻ്റെ തട്ടകളൊക്കെ ഒന്ന് പിരിച്ചെടുക്കാം. അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമത്തിലാട്ടോ നമ്മളിപ്പോൾ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് പോർഷനാണ് അപ്പോൾ ഇത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത കൂടുതലാണെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണണേ. പിന്നെ ഇതുപോലെ നമ്മുടെ ഏലത്തിൻ്റെ തട്ടകളൊക്കെ പിരിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല കെയർഫുള്ളായിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അടുപ്പിച്ച് കുറേ മുളകളുണ്ടാകും. അതുപോലെ തന്നെ താഴേക്ക് പോയിട്ടുള്ള ഒരു ഭാഗങ്ങളൊന്നും കട്ടായി പോകാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കമ്പി പോലെ സംഭവം, അതായത് ഇത് നമ്മളിവിടെ അലവാങ്ങുന്ന കേട്ടോ പറയാറ്. അപ്പോൾ അതിൻ്റെ സഹായത്തോട് വിട്ടാട്ടോ നമ്മളെന്തായാലും പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു മുളയൊന്നും പൊട്ടാതെ നോക്കി നല്ല രീതിയിൽ തന്നെ മുളയുണ്ട് കേട്ടോ, മുകളിലേക്ക്. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മളിത് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഇടയ്ക്കല്ല ഇനിയിപ്പോൾ ഫുള്ള് മഴ തന്നെയാണ്. അപ്പോൾ എന്നാലും നന്നായിട്ട് പിടിച്ചോളൂ. എനിക്ക് അടിയിലേക്കൊക്കെ നന്നായിട്ട് വേരുന്നുണ്ട്. അപ്പോൾ നോക്കി നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട്. അതേപോലെ തന്നെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളിതാ ഈ ഒരു മരുന്നിൽ മുക്കിയതിന് ശേഷം അവിടെ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കൂടി കുറച്ചുകൂടി ഒന്ന് അടിപൊളി ആവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വരുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുഴികൾ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് കുറച്ച് കുഴികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഓരോന്നായിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി നമുക്ക് പറിച്ചെടുക്കേണ്ട. അപ്പോൾ എന്തായാലും പറിച്ചത് നമ്മൾ കൈയോടതാ മരുന്നിൽ മുക്കിയിട്ടതാ ആ സൈഡിലേക്ക് ഇതാ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാ ഇവിടെ അടുത്തത് പറിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു കമ്പി വെച്ചിട്ട് അടിയിലേക്ക് ആ ഒരു ഭാഗമൊന്നും പൊട്ടാതെ നോക്കി അത്യാവശ്യം നന്നായിട്ട് അടിയിലേക്ക് കുത്തിയിട്ട് ഒരു മേൽഭാഗം ഇളകുന്ന കണ്ടോ. അപ്പോൾ ആ ഒരു ലെവലാകുമ്പോൾ നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കയ്യിലേക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ഇല ആണെങ്കിൽ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിമ്പൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരു ഇലയാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പിരിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും എല്ലാം ഒരു ചോട്ടിൽ നിന്നൊന്നും അല്ല കേട്ടോ പിരിച്ചെടുക്കുന്നത്. ഓരോ ചോട്ടിൽ നമ്മളൊരു 2 എണ്ണം കൂടി ഇപ്പോൾ ഒരു 3 എണ്ണം വെച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ പിരിച്ചെടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് കുറച്ച് താഴേക്ക് ഇടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോന്നും നന്നായിട്ട് തന്നെ പിരിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു തട്ടയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല വലിയ കമ്പൊക്കെ വെച്ച് വേണം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നുമല്ല, നല്ല കാറ്റുണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാറ്റൊക്കെ അടിച്ച് പറത്തി കളയും കേട്ടോ. അത്രയും നല്ല ഫോഴ്സിൽ കാറ്റടിച്ച് വരുന്ന ഒരു ഏരിയ തന്നെ കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ഏലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ മുന്നേ നട്ടെടുക്കുന്ന ഒരു ടൈമിലേക്ക് ഇതുപോലെ നല്ല കാറ്റാകുമ്പോൾ നമ്മൾ ചിലപ്പം നട്ട് കുറച്ച് ഡേയ്സൊക്കെ നന്നായിട്ട് നിൽക്കും. പിന്നെ അത് പെട്ടെന്ന് തന്നെ കാറ്റടിച്ച് ഒടിച്ചിടും. മേൽഭാഗമൊക്കെ മണ്ടയൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞൊക്കെ പോയിട്ടോ. അങ്ങനെ കുറേ നമ്മൾ പരിശ്രമിച്ചിട്ടാട്ടോ ഈ ഒരു ലെവലിൽ ഇപ്പോൾ എത്തിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെ നമ്മൾ പിരിച്ചെടുത്തപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാ മരത്തിലും പറ്റി നല്ല രീതിയിൽ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഓരോ കുഴികളിലായിട്ട് കൊണ്ട് വയ്ക്കുവാണേ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നട്ടു കൊടുക്കാനായിട്ടുള്ള നമ്മുടെ ആ ഒരു മുരിക്കിൻ്റെ കാലുകളെല്ലാം നമ്മളിതാ താഴ്ഭാഗം ആ ഒരു തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗം തോല് കളഞ്ഞ് കളഞ്ഞല്ല അടിയിൽ നിന്ന് മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം അടിയിൽ നന്നായിട്ട് മുളച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടി പോകണം. അതുകൊണ്ട് ഇതാക്കി ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ എല്ലാം ആക്കി എടുത്തിട്ടുള്ളത്. അത്രയും ഭാഗത്തുള്ളത് മണ്ണിലേക്ക് പോകുന്ന അത്രയും ഭാഗം നന്നായിരുന്നതാ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയി ഉറപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഇതാ നല്ല രീതിയിൽ തന്നെ കുഴി താഴേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മുടെ ഏല നടാൻ വേണ്ടിയിട്ടുള്ള കുഴികളൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ നമ്മൾ ഈ ഒരു കമ്പുകൾ നട്ടു കൊടുക്കാൻ വേണ്ടിയതാ നമ്മൾ നേരത്തെ ഏലത്തട്ട പിരിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമില്ല. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണോ നമ്മളിപ്പോൾ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത് മണ്ണൊക്കെ നനഞ്ഞതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടെന്ന് പറയാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഴിയൊക്കെ എടുക്കണമെന്ന് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ അത്ര അങ്ങ് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയൊന്നും അല്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കുറച്ച് താഴേക്ക് ഇറക്കി വെച്ചാലേ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. അതായത് ചെറിയൊരു കുഴിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു കാറ്റുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ അടിച്ച് പറത്തി കളയും. അതുകൊണ്ട് തന്നെ കുറച്ച് ആഴത്തിൽ തന്നെയാണ് നമ്മൾ കുഴിയൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തായാലും ഒരു കുഴി നമ്മൾ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പ് നട്ടു കൊടുക്കാം കേട്ടോ. കമ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ പിരിച്ചെടുത്തിട്ട് തട്ട് നട്ടു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ കാലിൽ വെച്ചിട്ട് ചവിട്ടിയിട്ട് ഒരുപാട് അങ്ങനെ മണ്ണിങ്ങനെ തറഞ്ഞ രീതിയിൽ ഉറപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ലെവൽ ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് എന്തായാലും നമ്മൾ പറിച്ചെടുത്തുള്ള തട്ടുകൾ നമുക്ക് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായാലും നന്നായിട്ട് മേളിലേക്ക് ചെറിയ മുളകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താഴേക്കായാലും ഒക്കെ വേരുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് ചെറിയൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വകഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നട്ടു കൊടുക്കാം. ഓൾറെഡി നമ്മളവിടെ കുഴി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ആ ഒരു ബൾബ് പോലത്തെ താഴേക്കുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു തട്ടയുടെ, അപ്പോൾ അതും നന്നായിട്ടൊന്ന് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു മുളകളൊക്കെ ഒന്ന് മണ്ണിലേക്ക്, അതായത് മണ്ണ് മേളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മുളകളുടെ ആ ഒരു ഭാഗത്തൊക്കെ മണ്ണ് നമ്മൾ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം എല്ലാം നമുക്ക് ഒരേ ലെവലിലൊന്ന് നട്ടു കൊടുക്കാം.
അതേപോലെ തന്നെ മണ്ണൊക്കെ ആയാലും ഒരേ ലെവലിൽ നിരപ്പായിട്ട് തന്നെ ഇടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴി പോലെയൊക്കെ ചില സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ അതുവഴി നമുക്ക് ചീച്ചിൽ കേടൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഇതുപോലെ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നുമില്ല കേട്ടോ, ഇനി നമ്മളിതാ സ്ട്രോങ് ആയിട്ട് അതിലേക്ക് കെട്ടി കൊടുക്കുക. അതായത് ആ ഒരു കമ്പും നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ ഒരു ഏലത്തിൻ്റെ തട്ടയുണ്ടല്ലോ അതും കൂടി ജോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളത് കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് കേരവള്ളി ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിവിടെ വാഴയൊക്കെ കുലച്ച് കഴിഞ്ഞാൽ കെട്ടാറുള്ളത് നമ്മൾ കേരവള്ളി കൂടെ. അതായത് ഈ ഒരു പ്ലാസ്റ്റിക്കാരൻ നമ്മളിവിടെ കേരവള്ളി എന്നാണ് പറയാറുള്ളത്. ചിലപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എന്താ പറയുന്നത് പറയുന്നല്ലോ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു തട്ട ഒരുപാട് അങ്ങ് ടൈറ്റായി പോകരുത്, എന്നാൽ തൊട്ട് അതിങ്ങനെ ആടി കളിക്കാത്ത രീതിയിൽ അത്രയും നല്ല രീതിയിൽ തന്നെ കെട്ടും കൂടി വേണം. അപ്പം എന്നാലും ആ രീതിയിലാണ് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ചാൽ നമ്മുടെ ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പൊന്നും ഇടണം. അപ്പോൾ ചപ്പിന് നമുക്ക് ദൂരെ എങ്കിലും പോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ചെറിയ ഡിസ്റ്റൻസ് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുരിക്കും ചപ്പുണ്ട്, അതേപോലെ നമ്മുടെ ഏല ഒരിക്കലിൻ്റെ ആ ഒരു ഇലകളുണ്ട്. അങ്ങനെ കുറേ മിക്സ്ഡ് ആയിട്ടുള്ള ഇലകളൊക്കെയാണ് ഈ ചപ്പിലുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ചപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മണ്ണ് നമ്മളിപ്പോൾ കിളച്ചെടുത്തുള്ള ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതി നല്ല രീതിയിൽ തന്നെ വീതിക്കാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചപ്പിട്ട് കൊടുക്കുന്നതുകൊണ്ട് വേറെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വേര് പൊട്ടാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കാട് അവിടെ പെട്ടെന്ന് അങ്ങ് വരില്ല കേട്ടോ. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരുടെയും കാട് സ്പ്രെഡ് ആവും. ഇതുപോലെ ചപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അതിനെ സോൾവ് ചെയ്യാനും കൂടി പറ്റും. അങ്ങനെ ഒരെണ്ണം നമ്മൾ നല്ല സക്സസ് ആയിട്ട് നട്ട് തീർത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് അധികം നടാനുണ്ടാവുന്നാലും നല്ല കാറ്റ് എന്ന് പറഞ്ഞ രക്ഷയില്ല. നമ്മൾ തുടക്കത്തിലുള്ള അതേ ഫ്ലോയിൽ തന്നെയാണ് കാറ്റ് നന്നായിട്ട് ഇങ്ങനെ വീശടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു പറമ്പിൽ ഈ ഒരു ഏരിയക്കായാലും നല്ല കാറ്റ്, എനിക്ക് ഏതൊരു ക്ലൈമറ്റിലാണെങ്കിൽ ഈ ഒരു കാറ്റ് എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാറ്റ് നമ്മൾ നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീടെത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ താഴെ മറന്ന് വീടും. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് 3 എണ്ണം അപ്പോൾ നമ്മൾ കെട്ടിയിട്ടപ്പോൾ ഈ ഒരു ചെടിക്ക് അനുസരിച്ച് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 കെട്ടൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുത്തിട്ട് ടൈറ്റ് പറഞ്ഞാൽ ആ ഒരു തണ്ട് വേണം. തണ്ടിൻ്റെ ഒരു ഭാഗം കുറച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഒരു മരത്തിലേക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം സേഫ് ആയിട്ട് അതുപോലെ നമുക്ക് കുറേ നടാനും നോക്കി കാറ്റടിച്ച് പറിച്ച് നമ്മളെ വീട്ടിലും കൂടി നമുക്ക് എന്തായാലും ബാക്കിയുള്ള കൊണ്ട് നട്ടു കൊടുക്കാം. കാറ്റിൻ്റെ സൗണ്ട് പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തവളയും ചീവിടൊക്കെ ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയ്ക്കുള്ള ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്തായാലും ഇത്ര നേരം പെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചെറിയൊരു തെളിച്ചൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ വൈകിട്ടാവാം കേട്ടോ. എന്നാലും വലിയ വെയിലൊന്നുമില്ല. എന്നാലും നമുക്കിനി ബാക്കി കുറച്ചുകൂടി നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മേൽഭാഗത്തെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിലൂടെ ആട്ടോ നമ്മുടെ ഏലത്തിൻ്റെ തൈകളൊക്കെ പുതുതായിട്ട് നട്ടു കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാനുള്ളത് കാടൊക്കെ വരുമ്പോൾ കാടൊക്കെ പറിക്കുക. അതേപോലെ തന്നെ കറക്റ്റ് ടൈമിന് കൊടുക്കാനുള്ള വളങ്ങളും അതുപോലെ തന്നെ അതിന് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഡിസീസ് എന്തെങ്കിലും തുടക്കത്തിലേ കാണുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിനെ ട്രീറ്റ് ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. നമ്മളിപ്പോൾ ഏലം എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്ന കർഷകർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ വേണം നമ്മളൊരു ഏലമൊക്കെ നോക്കാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എത്ര നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് വേണം അതിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് താഴേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടാനുള്ളതുകൊണ്ട് നമ്മൾ കയറുവള്ളിയൊക്കെ മുറിച്ച് എല്ലാം ഒരേ ലെവലിൽ കുറച്ച് എടുത്തിരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു 3 വെറൈറ്റി ഇനാണ്. അപ്പോൾ ഇനത്തിൽ മാത്രമല്ല കേട്ടോ, കൂടുതലും നമ്മളതിനെ എങ്ങനെ പരിപാലിക്കുന്നു അത് തന്നെയാട്ടോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഏലത്തിലായാലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവറിംഗ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അത് സംഭവം പറഞ്ഞാൽ നമ്മൾ ഈ അടുത്തൊരു മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഫ്ലവറിംഗ് ഒക്കെ വരാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടേ. മേൽഭാഗത്തെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് താഴേക്ക് ഒരു ഇറക്കമാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും, കാരണം കുത്തനൊരു ചരിവാണ്. അപ്പോൾ നല്ല മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ കായെടുക്കലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്കിവിടെ പിടിവള്ളിയായിട്ട് കുറേ കവുങ്ങും അതുപോലെ തന്നെ നമ്മുടെ കാപ്പി അങ്ങനെയൊക്കെ ഓരോന്നുള്ളതുകൊണ്ട് അതിലൊക്കെ പിടിച്ച് പതുക്കെ വേണ്ട നമ്മൾ ഇറങ്ങി പോകാനായിട്ട്. പിന്നെ ചുമന്ന മണ്ണും കൂടിയാണ്, വളരെ നല്ല വഴുക്കലുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ മഴ പെയ്ത് അത്രത്തോളം കുതിർന്ന് നിൽക്കുന്നതല്ല, എന്നാലും നല്ല നനവുണ്ട് കേട്ടോ. പിന്നെ നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഇതെല്ലാം പിരിച്ചെടുത്തുള്ളത് കൊണ്ട് തന്നെ ചിലതൊക്കെയാലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ ശരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ശരത്തോട് കൂടി തന്നെയാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല, കാരണം അതിൽ അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഇങ്ങനെ തന്നെ നിന്ന് മൂക്കുവാണെങ്കിൽ നമുക്കത് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ തുടക്കക്കാരായ കുറച്ച് ഏലത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള കൂട്ടരാണെന്നുണ്ടെങ്കിൽ
കുറച്ച് പേർക്കെങ്കിലും ഇത് എങ്ങനെയാണ് നടുന്ന ആ ഒരു നല്ല രീതിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറിയാത്ത കൂടുതലാണെങ്കിൽ കുറേ പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെന്തായാലും ഈ ഒരു മെത്തേഡിലൂടെ ആട്ടോ നടാറുള്ളത്. അങ്ങനെതാ കുറച്ച് നമ്മൾ എടുത്തുള്ള ഒരു കയറ് ഫുള്ള് തീർന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കയറും കൂടെ ഒന്ന് മുറിച്ചിട്ട് എല്ലാം നട്ടു കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ നാളെ കാണാം.